എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സാധാരണ ചെയ്യുന്ന വ്ളോഗൊന്നുമല്ല, വേറൊരു വ്യത്യസ്തമായൊരു ടോപ്പിക്കാണ് ഇത്. ആക്ച്വലി ഈ ഒരു വീഡിയോ കുറേ കാലങ്ങളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഇത് നമ്മളെ ടെക് ചാനലിൽ അപ്ലോഡ് ചെയ്യാനാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഏതായാലും ഇത് നമ്മളെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു സാധനമാണ്. അതുകൊണ്ട് ഈ ഒരു വ്ളോഗിങ് ചാനൽ തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ഒരു കാലത്തൊക്കെ നമ്മൾ ഒരുപാട് ഓൺലൈൻ പർച്ചേസുകളൊക്കെ നടത്തുന്നതാണ്. മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇപ്പം ഈ കൊറോണയൊക്കെ കാരണം ഓൺലൈനിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പോയി എന്താ പറയണ്ടേ, ഫുഡും എല്ലാ സാധനവും ഇപ്പോൾ ഓൺലൈൻ ഡെലിവറി ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഭക്ഷണ സാധനങ്ങൾ, ഗ്രോസറി സാധനങ്ങളൊക്കെ ഇപ്പം കിട്ടുന്നുണ്ട്. പച്ചക്കറികളൊക്കെ ഇപ്പം ഗ്രോഫേഴ്സ് പോലെയുള്ള വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്, ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അതിലൊക്കെ പച്ചക്കറി പോലും കിട്ടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇത് ഒരു മലയാളി തുടങ്ങിയ ഒരു സംരംഭമാണ്, ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല ആൾക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഇത് എന്നെ അട്രാക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആ തീരുമാനത്തിലേക്ക് എത്താൻ ഉള്ള കുറേ കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊരു മലയാളി തുടങ്ങിയത്, അത് വേറൊരു റീസൺ കൂടിയാണ്. അപ്പോൾ അവർ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ കാരണമായ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് വീഡിയോസ് ഇപ്പം യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഞാൻ കണ്ട് അത് പിന്നെ അതൊക്കെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്തു തന്നെ. അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക്, ഇല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിനെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കാണിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അറിയാത്തവർ അറിഞ്ഞോട്ടെ, സത്യം പറഞ്ഞാൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു എഫേർട്ടിനെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തന്നെ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയണ്ട, സീ ഫുഡ്, പച്ചയായ നമ്മളെ മത്സ്യ മാംസാദികൾ നമ്മൾ നല്ല എന്താ പറയണ്ടേ, അധികം കെമിക്കലൊന്നും ഇല്ലാണ്ട് നമ്മളെ നല്ല രീതിയിൽ നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടിക്കാനുള്ള ഒരു സംരംഭമായിട്ടാണ് ഈ ഒരു ബിസിനസ് വന്നത്. അപ്പോൾ ഇത് തുടങ്ങിയത് ഇതിൻ്റെ കോഫൗണ്ടറായ മാത്യു ജോസഫ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അവർ കുറേ കാലം മുന്നേ ഇങ്ങനെ സീ ഫുഡ്, ഈ മത്സ്യം ഇല്ലെങ്കിൽ കടപ്പുറം ഇതുവരെയൊക്കെ നല്ല അറ്റാച്ച്മെൻറ്റുള്ള ഒരാളാണ്. അപ്പോൾ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും പഴയ സ്റ്റോറീസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർ അത് പോയി കാണുക. അപ്പോൾ അവർ എക്സ്പോർട്ടിങ്, അതായത് ഫോറിനിലേക്ക് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സീ ഫുഡൊക്കെ എക്സ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പരിപാടി തുടങ്ങിയത്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഈ ഒരു സംഭവം ബ്രേക്ക് ആയപ്പോൾ ഇങ്ങനെ ഒരു ഓൺലൈനായിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് ഇല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണിത്, ഫ്രഷ് ടു ഹോം. കുറച്ച് വർഷങ്ങളായിട്ട് ഇതിപ്പം ആക്റ്റീവാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാമെന്നറിയില്ല, അപ്പോൾ ഉപയോഗിക്കുന്നവരും ഉണ്ടാവും. ഇതൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റാണ്. അവിടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മത്സ്യം, അതുപോലെ ഇത് മീറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാം, സീ ഫുഡ് അതുപോലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ്, അതും ഫ്രഷായ സാധനം. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആ സമയത്ത്, ഇങ്ങനെ തീരുമാനിച്ച സമയത്ത് ഇവർ ഡൽഹി, ബാംഗ്ലൂർ പോലത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ നിന്നും മത്സ്യങ്ങൾ അല്ലെങ്കിൽ ഫിഷ് ശേഖരിച്ചിട്ട് അത് ലാബിലേക്ക് ടെസ്റ്റിന് അയച്ചു. അപ്പോൾ അതിൽ 65% അമോണിയ, പിന്നെ 15% ഫോർമലിൻ പോലുള്ള അങ്ങനെയുള്ള രാസവസ്തുക്കൾ, അതായത് കെമിക്കൽസൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് മിക്കവാറും സാധനങ്ങൾ അവർ സപ്ലൈ ചെയ്യുന്നത്. അതായത് മത്സ്യങ്ങൾ മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെയുള്ള കെമിക്കൽ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇത് കഴിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, നമ്മളാണ് ഇത് കഴിക്കുന്നത്, എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് നമുക്കറിയാലോ. അപ്പോൾ അത് സത്യത്തിൽ പിന്നെ അദ്ദേഹത്തെ വല്ലാണ്ട് ഇത് ഒരു ഷോക്കിംഗ് ന്യൂസായിരുന്നു ഇതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ. അത്രയും കെമിക്കൽ അടിച്ചുകൊണ്ടാണ് ഓരോ സാധനങ്ങളും നമ്മളെ അടുത്തേക്ക്, ആസ് എ കൺസ്യൂമർ നമ്മളെ അടുത്തേക്ക് വരുന്നത്. അത്രയും എന്താ പറയുക, പോയിസണസ് ആയ സാധനമാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഫ്രഷ് ആയിട്ടുള്ള സാധനം, അതായത് ഒരു എന്താ പറയണ്ടേ, കെമിക്കൽസോ സാധനങ്ങളൊന്നും ഇടാണ്ട് ഫ്രഷ് ആയിട്ടുള്ള സാധനം ഡെലിവറി ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഇവർ വന്നത്. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ ഭയങ്കര എന്താ പറയണ്ടേ സക്സസ് ആയി. അപ്പോൾ എന്താ പറയണ്ടേ, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഏകദേശം 850 കോടിയോളം ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വന്ന ഒരു നല്ലൊരു സ്റ്റാർട്ടപ്പ് കൂടിയാണ്. അങ്ങനെ എന്താ പറയണ്ടേ, നല്ല മീഡിയ പബ്ലിസിറ്റി ഒക്കെ കിട്ടിയൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പുതിയൊരു സംരംഭം ആരംഭിച്ചിട്ട് നല്ല സാധനം, അല്ലെങ്കിൽ ഒരിക്കലും ഇവരുടെ സപ്ലൈയിൽ നിന്ന് ഇങ്ങനൊരു എന്താ പറയുക ഒരു പോയിസൺ നമുക്ക് സപ്ലൈ ചെയ്യേണ്ട അവസ്ഥ വരണമെന്ന് വെച്ചിട്ട് അങ്ങനെ തുടങ്ങിയൊരു ബിസിനസ്സാണിത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരുപാട് നെറ്റ്വർക്കുകളായി കേരളത്തിലും ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 125ഓളം പിന്നെ കടപ്പുറങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ഇവർ കളക്ട് ചെയ്ത് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് എന്താ പറയണ്ടേ, കേടുകൂടാണ്ട് നല്ല വേറെ രാസവസ്തുക്കളോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ
നല്ല രീതിയിൽ സപ്ലൈ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ്സാണ്. നല്ല ഡെലിവറി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ന്യൂസുകളിലൊക്കെ വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് അവരുടെ ആ ഉദ്ദേശശുദ്ധി, അപ്പോൾ അത് നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ബിസിനസ്സോ അവരുടെ ഇൻകം സോഴ്സോ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ മൾട്ടി ലെവൽ ബിസിനസ് ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ ഇതുപോലുള്ള നല്ല കൺസെപ്റ്റുകൾ, നല്ല ആശയങ്ങൾ നമ്മൾ എപ്പോഴും മലയാളികൾ ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അത് അറിയാത്തവർ കൂടെ അറിഞ്ഞുകൊണ്ട് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല അട്രാക്റ്റീവായൊരു സംഭവമാണ്. അപ്പോൾ ഇതുപോലെ ഡൽഹി, ബാംഗ്ലൂർ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ, ഇല്ലെങ്കിൽ കേരളത്തിലും എവിടെ വേണമെങ്കിലും ഇവർക്ക് സപ്ലൈ ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം ഓൺലൈനായിട്ട് വാങ്ങണമെങ്കിൽ ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ വഴി വാങ്ങുക. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ അറിയാത്തവർക്ക് പാസ് ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ്, അല്ലാണ്ട് ആ ഒരു ആപ്പിനെയോ ഇതിനെയോ പ്രൊമോട്ട് ചെയ്യാനൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, ഈ ഒരു സമയത്തൊക്കെ നമ്മളെ ഭക്ഷണശീലങ്ങൾ കൊണ്ട് ഒരുപാട് എന്ന് പറയേണ്ട വളരെ ദോഷകരമായ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ക്യാൻസർ അതുപോലത്തെ സംഭവങ്ങളൊക്കെ പലതും നമ്മളെ ഭക്ഷണശീലങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ എന്താ പറയേണ്ട, നല്ല അതായത് നീറ്റായ ഹൈജീനായ സാധനങ്ങൾ കഴിക്കുക, ഭക്ഷിക്കുക. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഒരു പരിധിവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു കൺസെപ്റ്റ്. അപ്പോൾ നമ്മളെപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ നമ്മളെപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവണം. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അവർ ഈ ബിസിനസ്സിലേക്ക് വരാൻ കാരണമായ ആ ഒരു ഉദ്ദേശശുദ്ധി, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തന്നെ വെച്ചത്. അപ്പോൾ നിങ്ങളും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളെ സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലൊന്നുമില്ല, പല സ്ഥലങ്ങളിലും ലൊക്കേഷനിലും ഇത് അവൈലബിൾ ആണ്. നിങ്ങളുടെ ആ ഏരിയയിൽ ഇതിൻ്റെ സർവീസ് ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഏതായാലും ഞാൻ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എന്തെല്ലാം ഫെസിലിറ്റീസിൽ അല്ലെങ്കിൽ എന്തെല്ലാം സർവീസുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കുക. ഒന്നുകിൽ നിങ്ങളെ GPS വഴി ഓട്ടോമാറ്റിക്കായിട്ട് യൂസ് മൈ കറണ്ട് ലൊക്കേഷനിൽ ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ അത് സ്കാൻ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ പിൻ കോഡ് നിങ്ങൾ മാനുവലായിട്ട് ഇവിടെ എൻട്രി ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഏരിയയിൽ കറൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡൽഹിയിൽ പിൻ കോഡാണ് കൊടുത്തത്, നിങ്ങൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കരോൾ ബാഗ് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ മെനു ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, വളരെ അട്രാക്റ്റീവായ സംഭവമാണ് ഇതിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ അട്രാക്റ്റീവാണ്. പിന്നെ അവരുടെ ഒരു ഫാക്ടറി ടൂർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അത് ഓൾറെഡി യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ഇവിടെയാണ് നമ്മുടെ ഫിഷും അതുപോലെ മീറ്റും ഒക്കെ കിട്ടുന്നത് ഇവിടെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങളുടെ അയില, മത്തി, അതുപോലെ ചൂര എല്ലാ മീനുകളും ഇതിലുണ്ട്. ഇവിടെ ചെമ്പല്ലി എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് പേര് കൊടുത്തിട്ടുള്ളത്, പക്ഷേ ചെമ്പല്ലി എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ നാടൻ മീനുകളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പാര, എല്ലാ മീനുകളും ഇവിടെയുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരുകളാണ് മീൻ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു മീനിന് തന്നെ പല പേരും കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും പല പേരുകളാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് പക്ക പാക്കഡായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ വരുന്ന സംഭവമാണ്. അപ്പോൾ അത്രയും എന്താ പറയണ്ടേ, നീറ്റായിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ എല്ലാ സാധനവും ചിക്കനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിൽ നിന്നും വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ ഫ്രഷ് വാട്ടർ മീനുകൾ, ഫ്രഷ് വാട്ടർ ഫിഷസ് ഉണ്ട്. അതിൽ നിങ്ങളുടെ കരിമീനും സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കേരളത്തിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ ടിപ്പിക്കൽ ഐറ്റാണിത്. എല്ലാ സാധനങ്ങളും ഇതിൽ കിട്ടുന്നുണ്ട്. പുഴ മീനുകളും കാര്യങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ ഇപ്പം മറ്റേ നാടൻ മുട്ടയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇതിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ സമൂസയും കട്ട്ലറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ വെബ് വേർഷൻ വരുന്നത്. നിങ്ങൾ ഗൂഗിളിൽ ഫ്രഷ് ടു ഹോം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇത് കളർഫുള്ളാണെന്ന്. വളരെ നല്ല പ്ലാൻഡ് ആയിട്ടാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ലൊക്കേഷൻ, നിങ്ങളിവിടെ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിലുണ്ട് ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയ സിറ്റികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ബാംഗ്ലൂർ, ഡൽഹി, ജയ്പൂർ, ചണ്ഡീഗഡ്, പിന്നെ തമിഴ്നാട്, മുംബൈ, പൂനെ, ഹൈദരാബാദ്, പിന്നെ നമ്മുടെ കേരള, ഈ എല്ലാ സ്ഥലങ്ങൾ.
അതുപോലെ UAE-ലും ഇത് അവൈലബിൾ ആണ്. കേരളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ലഭിക്കുന്ന എല്ലാ സിറ്റികളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്, ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ ബ്രൗസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പോൾട്രി ഉണ്ട്, അതുപോലെ മട്ടൻ ഉണ്ട്, അതുപോലെ റെഡി ടു കുക്ക് ഐറ്റംസിൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രേവിയും കറിയൊക്കെ കിട്ടുന്നതാണ്. ഇത്രയും സാധനങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് താല്പര്യമുള്ളവർ ഇതൊന്ന് സന്ദർശിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. അത് ജസ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഒരുപാട് അതായത് നമ്മുടെ ഭക്ഷണശീലങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊക്കെ അറിയുന്നതാണ്. പല പ്രശ്നങ്ങളും ഈ ഭക്ഷണശീലങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത ഇതുപോലെ വിഷമൂല്യമുള്ള അല്ലെങ്കിൽ വിഷം ചേർന്ന ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നമുക്ക് പല അസുഖങ്ങളാണ് ഓരോ ദിവസവും വന്നുപെടുന്നത്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഒരു നല്ല ആരും ചെയ്യാത്തൊരു പുതിയൊരു കൺസെപ്റ്റായിട്ട് കുറച്ച് കാലമായിട്ട് ഇത് ഓടുന്നുണ്ട്. പക്ഷേ അത്ര പുതിയതൊന്നുമല്ല, പക്ഷേ അറിയാത്ത കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്തായാലും നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് ഈ ഒരു സംഭവം നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഏരിയയിൽ അല്ലെങ്കിൽ പുറത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ളവരാണെങ്കിൽ എന്തായാലും ഇത് യൂസ് ചെയ്യുക. നമ്മൾ ഈ മലിനപ്പെട്ട സാധനം അല്ലെങ്കിൽ വിഷം കുത്തിവെച്ച് വരുന്ന അല്ലെങ്കിൽ വിഷം അടിച്ച് വരുന്ന സാധനം കഴിക്കുന്നതിൽ എത്രയും നല്ലതാണല്ലോ ഇങ്ങനെയുള്ള നല്ല സാധനങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഒരു സർവീസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ള സാധനം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പം എന്താ പറയണ്ടേ, ട്രാവലെല്ലാം ഏകദേശം ഓപ്പണായി തുടങ്ങിയിട്ടുണ്ട്. സ്പോട്ടുകളൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും പെട്ടെന്ന് നമ്മൾ ട്രാവൽ തുടങ്ങുന്നതാണ്, വീണ്ടും നിർത്തിവെച്ചെടുക്കുന്ന തുടങ്ങുന്നതാണ്. അപ്പോൾ അധികം താമസിയാതെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.